പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ മാസം 1600 പകരം 3200 രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകുക. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ് സർക്കാർ. 3200 രൂപ നൽകുകയാണ്. എല്ലാ മാസ അവസാനം ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ്. നവംബർ മാസത്തെ പൈസ ലഭിക്കേണ്ടതിനാൽ ആ മാസത്തെയും ഈ മാസത്തെയും കൂടെ കൂട്ടി 3200 രൂപ ഉപയോക്താക്കൾക്ക് ഈ മാസം ലഭിക്കും. ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്ത 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ക്ഷേമ പെൻഷൻ ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കായി സർക്കാർ കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിക്കുന്നവർക്കായി പുതിയ അന്വേഷണം സർക്കാർ നടത്തുന്നുണ്ട്. ഉയർന്ന ജോലിയുള്ളവർ, ആഡംബര വീടുള്ളവർ, ആഡംബര കാർ ഉള്ളവർ ക്ഷേമ പെൻഷൻ 1600 രൂപ മേടിക്കേണ്ട അർഹതയില്ലാതെ മേടിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുക ചെയ്തു. ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിച്ചവർക്ക് പലിശയും കൂട്ടി സർക്കാർ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ 1600 രൂപ മേടിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയോണ്ടാണ് അന്വേഷണം ശക്തമാക്കിയത്. സർക്കാർ നേരിട്ട് അന്വേഷിക്കാതെ പഞ്ചായത്ത് മുഖാന്തരം പട്ടികപ്പെടുത്തി സംശയമുള്ള വീടുകളിൽ മാത്രമാണ് അന്വേഷിക്കുന്നത്. വീടിൽ AC ഉള്ളവർ, വീടിന്റെ സ്ക്വയർ ഫീറ്റ് 1500 മുകളിലുള്ളവർക്കും ആഡംബര കാറുകൾ ഉള്ളവർക്കും ഇത് ലഭിക്കുന്നതല്ല. മോട്ടോർ വാഹന വകുപ്പ്, രജിസ്റ്റർ വകുപ്പ് എന്നിവരുടെ കൂടെ സഹകരിച്ചാണ് ഇത് നടപ്പാക്കുക. അർഹതയല്ലാത്തവർ എന്ന് കണ്ടെത്തുന്നവർക്ക് സർക്കാർ നോട്ടീസ് അയക്കുകയും ചെയ്യും. അവർ പലിശയും കൂട്ടി സർക്കാരിന് പണം നൽകേണ്ടതാണ്. ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുന്നതാണ്. സർക്കാരിന്റെ സാമ്പത്തിക പുരോഗതി ഉള്ളവരെയാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല. മാസാമാസം മസ്റ്ററിംഗ് നടത്തുന്ന പ്രത്യേക സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് നിലവിൽ നടപ്പാക്കുക കിടപ്പ് രോഗികൾക്കാണ്. എന്നുവെച്ചാൽ വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് അവർക്ക് പൈസ നൽകും. സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് നടക്കുന്നതിന്റെ കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ പെൻഷൻ വാങ്ങുന്ന ആൾ മരിച്ചു പോയാൽ അയാളുടെ പേരിൽ അയാളുടെ കുടുംബക്കാരോ അയാളുടെ കൂട്ടുകാരോ വേറെ ആരെങ്കിലും പൈസ മേടിച്ചു കൊണ്ടുവന്ന് കണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത് നടപ്പാക്കുന്നത്. മൊബൈൽ വഴിയോ വേറെ ഡിവൈസ് വഴിയോ ആളുടെ മുഖം സ്കാൻ ചെയ്തിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. സാധാരണ ആൾക്കാർക്ക് മസ്റ്ററിംഗ് തന്നെയാണ് നടപ്പാക്കുക. ഇത്തരമാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.